വരുന്നുണ്ട്, തുടങ്ങിക്കോ. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 പല വാസലില്ല വീടോ ഒരു താളമില്ല കൂത്തോ തട്ടി തരികിട തരികിട തതികിടത്തും അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. നമ്മുടെ വേണുവിനെ സമ്മതിച്ചേ പറ്റൂ. എന്താടാ? അല്ല, ശോകഗാനങ്ങൾ പാടി ആ ക്ലബ് സെക്രട്ടറി പെങ്കൊച്ചിനെ വലയിലാക്കുന്നു അവൻ പറഞ്ഞില്ലേ? അയ്യോ ലക്ഷ്മിയെ. അത് തന്നെ. ആ കുട്ടി ചാക്കിലായി കഴിഞ്ഞാൽ അവൻ പറയണേ. ലക്ഷ്മിയല്ല, അവളുടെ ചേച്ചിയെ വേണമെങ്കിലും പാട്ടുപാടി വളയ്ക്കാമെന്ന് അവൻ പറഞ്ഞു നടക്കണേ. ഇത്രക്ക് ദുർബല മനസ്സാണോടാ ലക്ഷ്മിയുടെ? എന്ന് വെച്ചാൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഒരുത്തൻ കണ്ണി ഉള്ളി വെച്ച് പാടുമ്പോ നേരെ വാ എന്നുള്ള പെൺകുട്ടികൾ വീണു പോകൂലേ? അത് വേണു. വേണു അവിടെ ഇന്ന് കണ്ടയില്ലല്ലോ. ഒരാഴ്ചക്കകം വേറെ 3 പെൺപിള്ളാരെ കൂടി കറക്കി എടുക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. ഇക്കണക്കിന് അവൻ ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വാവാ. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം, ചജും 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 തെരുക്കൂത്തുക്ക് പാട്ടുക്ക് താളഗതി വേണം, ചജും ചജും കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നു വേറെ. ഇതിനൊക്കെ ചെരുപ്പുകൊണ്ട് അടികൊള്ളണം, അപ്പഴേ യഥാർത്ഥ കണ്ണീർ കായലാവും. പാട്ടുപാടി വീഴ്ത്തി പോലും. താൻ ആരാ? യേശുദാസോ? ലക്ഷ്മി, ഞാൻ ഒന്നും പറയണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ മാറിപ്പോയി. ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ എന്താ ദുഃഖത്തിനുള്ള കാരണം എന്ന് ചോദിച്ചു പോയി. അതോടെ തന്റെ വലയിൽ വീണു. ആണുങ്ങളെക്കാൾ ദയയും സഹാനുഭൂതിയും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതി പെണ്ണുങ്ങളെല്ലാം മണ്ടികളാണെന്ന് വിചാരിക്കരുത്. വാ പിള്ളേരെ, ഇത് പോക്ക് കേസാ. മിസ്റ്റർ കണ്ണീർക്കായൽ, കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി കണ്ണീർ കായലിൽ. നീ വിഷമിക്കാതിരി. അവന്മാരെ കയ്യിൽ വെറും നാടൻ പാരകളല്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നല്ല ഓട്ടോമാറ്റിക് പാരകൾ. ലക്ഷ്മി, നിങ്ങൾ മുകളിലോട്ട് വയ്ക്കോ. എന്തെങ്കിലും പറഞ്ഞ അവന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു രീതിയിലും ലക്ഷ്മി അവന്മാർ കാണരുത്. വയ്ക്കോ. വാ, ഒരു ചെറിയ കോളുണ്ട്, പറയാം. വാ വാ. കാര്യം പറ. എന്താണിത്? എന്താ ഇത്? നിങ്ങൾക്ക് വിസ്കിയാണോ ബ്രാൻഡിയാണോ കൂടുതൽ? ഞാൻ നിങ്ങൾക്കൊരു ചെലവ് ചെയ്യാൻ പോവാ. എന്ത് പറ്റിയ കണ്ണാ? നിങ്ങൾ പന്തയത്തിൽ ജയിച്ചടാ. യു ഹാവ് വൺ ദ ബെറ്റ്. സമ്മതിച്ചാ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെയും ലക്ഷ്മിയും പരസ്പരം അകറ്റി അല്ലേ? ആദ്യം പറയട്ടെ. ഞാൻ പാട്ടുകൾ പാടുന്നത് ലക്ഷ്മിയെ വീഴ്ത്താനാണെന്ന് നിങ്ങൾ പറഞ്ഞു അവളോട് അല്ലേ? എന്താ സംഭവം? എന്താ? ഒന്നും പറയണ്ട. രഞ്ജിത മേനോനെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ രഞ്ജിത മേനോനെ കണ്ടെത്തി. നിഷ്കളങ്കയായ, ശാലീനയായ, സുന്ദരിയായ ആ കുട്ടിയും ഞാനും പരസ്പരം അകലാനാകാത്ത വിധം അടുത്തുപോയി. എല്ലാം നിങ്ങൾ തകർത്തു. ലക്ഷ്മി എന്റെ അടുത്ത് മടങ്ങി വന്നില്ലെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്നാലെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയാവുമല്ലോ. ഇതാ നിങ്ങളുടെ പന്തയത്തിന്റെ രൂപ.
കാശല്ലടാ, എനിക്ക് സ്നേഹമാണ് വലുത്. സ്നേഹം. ലവ് ഇസ് ഗ്രേറ്റ്. നിങ്ങൾ ചെയ്ത് വലിയ ചതിവായി പോയി. തൃപ്തിയായല്ലോ. വാടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്ത് പറ്റിയവനൊക്കെ? എന്തായാലും എന്താ, ഏതായാലും ഈ കാശ് കൊണ്ട് നമുക്ക് പൊടി കൊടുക്കാം. ലക്ഷ്മി, അയ്യോ, ഇത് ചതി, കൊടും ചതി, ദ്രോഹികള്. വിജയ ആഘോഷിക്കാറായിട്ടില്ല മോനെ, ഞങ്ങൾക്ക് ഇനി സമയമുണ്ട്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. പന്തയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. തോറ്റെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. ബെറ്റ് ലൂസ് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. പക്ഷേ എന്നെയും ലക്ഷ്മിയും അകറ്റാൻ ഇനി നിങ്ങൾ ശ്രമിക്കരുത്. സത്യം പറഞ്ഞ തുറന്നു പറയാനുള്ള ചമ്മലുകൊണ്ടാ ഇതുവരെ പറയാതിരുന്നു. ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പം തന്നെ ഐ ഫെൽ ഫോർ ഹർ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഏതെങ്കിലും രീതിയിൽ ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. ഈ കാര്യത്തിൽ നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എനിക്ക് വേണം, പ്ലീസ്. അളിയ, കളി വേറെ കാര്യം വേറെ. നീ ഇത്ര സീരിയസ് ആണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ കീഴടങ്ങിയേനെ. ഇനിയിപ്പോ യാതൊരു പ്രശ്നമില്ല. ലക്ഷ്മിയെ സ്വന്തമാക്കാനുള്ള നിന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ലക്ഷ്മി ചേച്ചി തന്നതായി കത്ത്. തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? സ്നേഹപൂർവ്വം ലക്ഷ്മി. എനിക്കിവിടെ ഗാനമേള ട്രിപ്പുള്ള കാര്യം അമ്മയ്ക്കും അമ്മാവനും ഒന്നും അറിയില്ല. ഇപ്പോഴും LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞു? കോഴ്സ് കഴിഞ്ഞിട്ട് കൊല്ലം 2ആയി. ഇതുവരെ ഒരു പരീക്ഷ പോലും എഴുതിയിട്ടില്ല. 3 കൊല്ലത്തെയും കൂടെ 24 പേപ്പറുകൾ എഴുതാനും. അതൊക്കെ ആലോചിച്ചാൽ തലയ്ക്ക് വട്ടുപിടിക്കും. കുഞ്ഞുനാൾ മുതലേ സംഗീതം എനിക്ക് ദൗർബല്യമായിരുന്നു. പാട്ട് കേട്ടാ ഞാൻ എല്ലാം മറക്കും. ഞങ്ങളുടെ ട്രൂപ്പിലുള്ള എല്ലാവരെയും കഥ ഇത് തന്നെ. എത്ര വലിയ ജോലി കിട്ടിയാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രില്ലൊന്ന് വേറെ തന്നെ. മിനി വരുന്നുണ്ട്. എന്നാ ശരി, നാളെ കാണാം. ഓക്കെ. അല്ല, എന്താ ഒരു ഇത്? ഒന്നുമില്ല. ഉവ്വ് എടി പെണ്ണെ, കലാകാരനാ. അയാൾക്ക് ഇതൊക്കെ വെറും തമാശയായിരിക്കും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, കൂട്ടുകാരോടുള്ള ഒരു പന്തയത്തിന്റെ പേരില ഈ അടുപ്പമൊക്കെ ഉണ്ടായത്. അത്രയും പ്രാധാന്യമേ നീയും ഇതിന് കൊടുക്കാവൂ. അല്ലാതെ അതിനെ ഇൻവോൾവ് ആയി കുഴിയിലൊന്നും ചെന്ന് ചാടരുത്. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ വാ. ആട്ടെ രാധേ, രാധ ഈ ജിൽമിൽ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജിൽമിൽ പക്ഷിയോ? അതെന്ത് പക്ഷി? പറയാം. കൊക്കൊരുമാനും കൂടൊരുക്കാനും മോഹിച്ച് നീലിമല കാടുകളിലൂടെ പാറി നടന്ന ജിൽമിൽ പക്ഷി നെഞ്ചിനകത്ത് 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 കുരുന്നു മോഹങ്ങളെ താലോലിച്ച് കുരുന്നു മോഹങ്ങളെ താലോലിച്ച് വളർത്തുമ്പോഴും വരാനിരിക്കുന്ന ദുർവിധിയുടെ പടയൊരുക്കം അവള് കണ്ടില്ല. ദുർവിധിയുടെ പടയൊരുക്കം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ. ഈ നാടകമൊന്നും നമുക്ക് ശരിയാവത്തില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണോ? നിനക്കത് പറയാം. ഗാനമേള മാത്രമായാൽ പ്രോഗ്രാമിന് ഒരു കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നാടകം കൂടി സെറ്റപ്പ് ചെയ്ത് തന്നാൽ ഒരു പ്രോഗ്രാം തരാമെന്ന് ഫാദർ ഗീവർഗീസ് പറയുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? വെറുതെ അല്ലല്ലോ, നാടകത്തിന് 500 രൂപ എക്സ്ട്രാ വരുന്നില്ലേ? നാടകം ശരിയാവില്ല നിന്നെ തോന്നല. നോക്കിക്കോ, സ്റ്റേജിൽ വേണ ഒരു കലക്ക് കലക്കും. കലക്കും നാട്ടുകാരായിരിക്കും കയറി കലക്കുന്നത്. വലിയ ചിരിയൊന്നും വേണ്ട. നിക്ക് നമുക്ക് ആദ്യം നോക്കുന്ന റിഹേഴ്സൽ നോക്കാം. ടോണി, ഡയലോഗ് പറ. എന്റെ ഡയലോഗ്. രതീഷ്, ഉണ്ട് താതറേ. രതീഷ്, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. രാധയുമായുള്ള നിന്റെ കല്യാണക്കാര്യമൊക്കെ എവിടം വരെയായി? ശ്രീധര, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനാണ്. മനസ്സിൽ ചേക്കേറിയ വർണ്ണപുഷ്പങ്ങൾക്ക് സ്വർണ്ണ നിറമാകുമ്പോൾ ആഹ്ലാദിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചുതരാം. ആദ്യമായിട്ട് വേണ്ട. വേണ്ട. നിന്ന് കാര്യം പറഞ്ഞാ മതി. കാര്യം പറഞ്ഞാ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150
എന്നെ കൈയൊഴിയരുത് ചേട്ടാ, ഞാനൊരു അനാഥയാണ്. ക്ഷമിക്കൂ രാധ, രാധ എന്നെ മറക്കണം. കൊള്ളാം പെടാ, കൊള്ളാം. പണക്കാരിയായ ഒരു പെണ്ണ് നിന്റെ വലയ വീണ് കഴിഞ്ഞപ്പോ നിനക്ക് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാവിയാണ് വലുത്. അപ്പോൾ രാധ, അവൾ നിനക്ക് ഏണിപ്പടി മാത്രമായിരുന്നു അല്ലേ? കലാരംഗത്ത് നിനക്ക് പിടിച്ചു കയറാൻ ഒരു ലാഡർ. ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ കഴിഞ്ഞത് പലതും മറക്കേണ്ടി വരും. അതാണ് ജീവിതം. അപ്പൊ നീ എവിടെ കഴുത്ത് കെട്ടിയ താലിക്ക് ഒരു വിലയുമില്ലേ? താലിയോ? 50 പൈസ കൊടുത്താൽ കിട്ടുന്ന വെറും ഒരു ചരട് മാത്രമല്ലേ അത്? ചേട്ടാ, അയ്യേ! ലക്ഷ്മി, 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 എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ലക്ഷ്മി, ലക്ഷ്മി, നിൽക്കാനാ പറഞ്ഞത്. ലക്ഷ്മി, നോക്കൂ, ദാ, യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്നൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. ദാ, ഇത് നോക്ക് ലക്ഷ്മി, പ്ലീസ്. എനിക്കൊരു കാര്യം, ലക്ഷ്മി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആരാ കുട്ടി ഇയാൾ? എനിക്കറിയില്ല അങ്കിൾ, കുറെ ദിവസമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓ, പൂവാലൻ. ഐ സീ. ഏ മിസ്റ്റർ, പഞ്ചാര അടിക്കരുത്, ആടി കൊണ്ട് നോന്നു. ബ്ലഡി ഫൂൾ. ആരോടാ സംസാരിക്കുന്നറിയോ? ഞങ്ങൾ ചെറുപ്പക്കാരും അമ്മി എനിക്കറിയാം. വണ്ടി വീട്ടിലേക്ക് ആശുപത്രിയിൽ ഇനി വിഷമിക്കാതിരി. അവനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പോകുന്ന വഴിക്ക് എന്നെ ഡിസ്പെൻസറിൽ ഒന്ന് ഡിസ്പോസ്. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ് പ്ലീസ്? ഞാനാ വേണു. ലക്ഷ്മിയല്ലേ? അല്ല,